ഇത്രയും നാണം കെട്ട ഒരു പ്രസിഡന്റിനെ ലോക ചരിത്രത്തിൽ തന്നെ വേറെ ഉണ്ടാകില്ല എന്ന് അടിവരയിടുന്ന കാഴ്ചകൾക്കാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. യുദ്ധവീര്യവും സൈനിക ശക്തിയും പറഞ്ഞ് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഒടുവിൽ ഇറാന് മുന്നിൽ കനത്ത ലോക പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇറാനെ പൂർണ്ണമായിട്ട് തകർക്കുമെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കം നടത്തുമെന്നും വീരവാദം മുഴക്കിയ ട്രംപ് ഇപ്പോൾ യുദ്ധക്കളത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആളുകളെ കൊല്ലാൻ തനിക്ക് താല്പര്യമില്ല, സമാധാനത്തിനാണ് അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം സൈനിക നയങ്ങളും പരാജയവും ആണ് എന്ന് പോലും പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അമേരിക്കയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ആഗോള നിരീക്ഷകർ നോക്കിക്കാണുന്നത്. രണഭൂമിയിൽ നേരിട്ട് കനത്ത തിരിച്ചടികളാണ് ട്രംപിനെ ഈ ഒരു ദയനീയമായിട്ടുള്ള നിലപാടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇറാനെ സൈനികമായിട്ട് നേരിടാൻ അമേരിക്കയ്ക്ക് ഭയമാണ് എന്ന വസ്തുത മറച്ചുവെക്കാൻ ഇറാൻ തങ്ങളെ വിളിച്ചപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വ്യാജ അവകാശവാദങ്ങളാണ് ട്രംപ് ലാസ് വെഗാസിലെ ചടങ്ങിൽ ഉന്നയിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള ഒരു അടവ് നയം മാത്രമാണ്. ഇത്രയും അടവ് പഠിച്ച ഒരു പ്രസിഡന്റിനെ ലോക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. നിലപാടിന്റെ രാജകുമാരൻ കൂടിയാണ്. യുദ്ധത്തിൽ നേരിട്ട് വിജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് അന്തസ് നിലനിർത്താൻ വേണ്ടി മാത്രം അമേരിക്ക ഇപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് പിന്നാലെ ഓടുന്നത്. ഈ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള കർശന നിലപാടുകൾ വെറും പൊള്ളയായിട്ടുള്ള വാക്കുകളാണ് എന്ന് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുകയാണ്. വെനസ്വലയിലെയും പശ്ചിമേഷ്യയിലെയും സാഹചര്യങ്ങളെ താരതമ്യം ചെയ്ത അമേരിക്കയ്ക്ക് വലിയ നേട്ടമുണ്ടായി എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്കൻ അപ്രമാദിത്വം തകർന്നടിഞ്ഞിരിക്കുകയാണ്. ശത്രു രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ കഴിയാതെ ഒടുവിൽ നയതന്ത്ര ചർച്ചകളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പിന്മാറേണ്ടി വന്ന ട്രംപിന്റെ ഈ ഒരു നീക്കം ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് വരുത്തി വെച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത നാണക്കേടാണ്. ഇതിൽ പറയാൻ നാണക്കേട് ഇനി അമേരിക്കയ്ക്ക് കിട്ടാനില്ല. ഏറ്റവും വലിയ നാണം കെട്ട പരിപാടിയായിരുന്നു. യുദ്ധം അവരായിട്ട് തന്നെ തുടങ്ങുന്നു, യുദ്ധത്തിൽ അവർ തന്നെ പിന്മാറുന്നു, കീഴടങ്ങുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ലാസ് വെഗാസിൽ നടത്തിയ പ്രസ്താവനകൾ എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ അടവ് നയം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു വശത്ത് ഇറാനെതിരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക നീക്കം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന് ഭീഷണി മുഴക്കുമ്പോഴും അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ പ്രതിരോധ വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. യുദ്ധകളത്തിൽ നേരിട്ട് വിജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് അമേരിക്ക ഇപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് തൊട്ടു പിന്നാലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള പുതിയൊരു കരാറിന് ഇറാൻ ഒമാനുമായിട്ട് ചേർന്ന് അന്തിമ രൂപം നൽകിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒമാനും ഇറാനും കൂടി കൈകോർക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അമേരിക്ക നിലം പതിച്ചു. ഒമാനുമായിട്ട് നടത്തുന്ന ഈ ഒരു ചർച്ചകൾ ഏറെക്കുറെ അന്തിമ ഘട്ടത്തിലാണ് എന്നും ജലപാതയുടെ സംയുക്ത മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കോർഡിനേറ്റുകളിൽ പൂർണ്ണമായിട്ടുള്ള ധാരണയിലായി എന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായും വ്യക്തമാക്കി കഴിഞ്ഞു. പുതിയ ഒരു ഉടമ്പടി പ്രകാരം പേർഷ്യൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ പാതകളുടെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള ചാനലുകൾ വഴിയായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം തന്നെ ഉൾക്കടലിൽ നിന്ന് പുറത്തു പോകുന്ന കപ്പലുകളുടെ റൂട്ട് ഒമാന്റെ നിയന്ത്രണത്തിലുമായിരിക്കും. ഇത് മുൻപുണ്ടായിരുന്ന അന്താരാഷ്ട്ര ജലപാത എന്ന പദവിയിൽ നിന്ന് മാറി ഒരു യുദ്ധാനന്തര സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷാ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ നിലനിർത്താൻ ഇറാന് ഈ ഒരു കാര്യത്തിലൂടെ സാധിച്ചു എന്നതാണ്. അമേരിക്ക തങ്ങളുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒമാനുമായിട്ട് തങ്ങൾ നടത്തുന്നത് തികച്ചും ഒരു ഉഭയകക്ഷി ചർച്ചകൾ മാത്രമാണെന്നും ഇതിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ പങ്കില്ല എന്നും ഇറാന്റെ ഉപവിദേശകാര്യ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയുമായിട്ട് യാതൊരു തരത്തിലുള്ള നയതന്ത്ര സംഭാഷണങ്ങൾക്കും തങ്ങൾ തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. യുദ്ധമെങ്കിൽ യുദ്ധം,
അതായത് ഈ യുദ്ധത്തിൽ നിന്ന് ഇറാൻ ഒരിക്കലും പിന്മാറുന്നില്ല. ഓരോ ദിവസവും എല്ലാം സജ്ജമാക്കിക്കൊണ്ട് ഇറാൻ ഇതിനെ നേരിടാൻ തയ്യാറാണ്, പ്രതിരോധിക്കാൻ തയ്യാറാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ അവർ വെച്ചു പുറപ്പിക്കില്ല എന്ന തീരുമാനത്തോടെ ഇറാൻ സൈന്യവും ഒരു ജനതയും ട്രംപിന് മുന്നിൽ നിൽക്കുമ്പോൾ ട്രംപിന് അവിടെ മുട്ടുമടക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ ഒമാൻ ഇറാൻ കരാർ നടപ്പിലാക്കണമെങ്കിൽ ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കപ്പൽ ഉപരോധം പിൻവലിക്കേണ്ടതുണ്ട്. ഇതിന്റെ ആദ്യപടിയായിട്ട് ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിനും പശ്ചിമേഷ്യൻ പ്രതിസന്ധി താൽക്കാലികമായിട്ട് പരിഹരിക്കുന്നതിനുമായിട്ട് അമേരിക്കൻ ഭരണകൂടം ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനെ പൂർണ്ണമായിട്ട് തകർക്കുമെന്ന വീരവാദം മുഴക്കിയ അതേ ട്രംപാണ് ഒടുവിൽ ഇറാന്റെ നിബന്ധനകൾക്ക് മുന്നിൽ ഭാഗികമായിട്ട് കീഴടങ്ങേണ്ടി വരുന്ന കാഴ്ച കാണുന്നത്. അതായത് ചില ഉപരോധങ്ങൾ പിൻവലിക്കുന്ന രീതിയിൽ പോയി IRGCക്ക് മുന്നിൽ മുട്ടുമടക്കി. ഈ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി കോർപ്പസുമായിട്ട് ബന്ധമുള്ള 3 പ്രധാന എയർലൈൻ സ്ഥാപനങ്ങൾക്ക് മേലുള്ള കൗണ്ടർ ടെററിസം ഉപരോധങ്ങൾ US ട്രഷറി മന്ത്രാലയം ഔദ്യോഗികമായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. ഇറാന്റെ സൈനിക വിഭാഗത്തിന് ആയുധങ്ങളും ആളുകളെയും കടത്താൻ സഹായിച്ചു എന്നാരോപിച്ച് മുൻപ് അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഇറാഖ് ആസ്ഥാനമായുള്ള ഫ്ലൈ ബഗ്ദാദ് എന്ന് പറയുന്ന എയർലൈൻസിനും അതിന്റെ 2 വിമാനങ്ങൾക്ക് മേലുള്ള ഉപരോധമാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഈ എയർലൈൻസിന്റെ പ്രവർത്തന ശൈലിയിൽ വന്ന മാറ്റങ്ങൾ കണക്കിലെടുത്താണ് ഉപരോധം നീക്കിയത് എന്നാണ് US ട്രഷറി വെബ്സൈറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നടപടിക്ക് ഇറാന്റെ സർക്കാരുമായിട്ടോ IRGCയുമായോ ഉള്ള നിലപാടുകളിലെ മാറ്റവും ബന്ധമില്ല എന്നും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുമായിട്ട് ഇതിന് നേരിട്ട് ലിങ്കുകൾ ഒന്നുമില്ല എന്നാണ് അമേരിക്ക ഔദ്യോഗികമായിട്ട് വാദിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വാദത്തെ വെറും കണ്ണിൽ പൊടിയിടാൻ മാത്രമായിട്ടാണ് കാണുന്നത്. ഒരു വശത്ത് അല്ലെങ്കിൽ ആകാശത്ത് സൈനിക ആക്രമണങ്ങളുടെ ഭീഷണി മുഴക്കുകയും വശത്ത് ഇറാന്റെ കപ്പൽ നിയന്ത്രണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒമാനുമായുള്ള കരാറിന് പച്ചക്കൊടി കാട്ടുകയും ചെയ്യുന്ന ട്രംപിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത്. യുദ്ധകളത്തിൽ ഇറാന്റെ അത്യാധുനിക മിസൈൽ പ്രതിരോധ ശേഷിക്ക് മുന്നിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ട്രംപ് ഉപരോധങ്ങൾ നീക്കാനും ചർച്ചകൾക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കാനും നിർബന്ധിതനായത്. ഈ ഹോർമുസ് കടലിടുക്കിലെ പുതിയ സമാധാന ചർച്ചകളും അമേരിക്ക ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് മേൽ താൽക്കാലികമായിട്ട് നൽകിയ ഇളവുകളും ആഗോള ഊർജ വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് ഇടിഞ്ഞത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസം നൽകുന്നു. യുദ്ധം തുടർന്നാൽ ഉണ്ടാകാൻ പോകുന്ന കനത്ത എണ്ണ പ്രതിസന്ധിയെ ഭയന്നാണ് ട്രംപ് ഭരണകൂടം ഇറാന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ പതുക്കെ വഴങ്ങുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ താൻ അനുവദിക്കില്ല എന്ന് ട്രംപ് ലാസ് വെഗാസിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിലും അതിനെ തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. US ഉപരോധങ്ങൾ ഭാഗികമായിട്ട് നീക്കുന്നതോടെ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാൻ എത്രത്തോളം സന്നദ്ധ പ്രകടിപ്പിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. എങ്കിലും തങ്ങളുടെ പരമാധികാരത്തിന്മേൽ വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഈ സംഭവ വികാസങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ട്രംപ് എന്ന ഭരണാധികാരിയുടെ കനത്ത നയതന്ത്ര പരാജയത്തിലേക്കാണ്. ലോകത്തിന് മുന്നിൽ വലിയ അപ്രമാദിത്വം നടിക്കുന്ന അമേരിക്കയ്ക്ക് ഒരു ചെറിയ പശ്ചിമേഷ്യൻ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് മുന്നിൽ ഒടുവിൽ തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരിക്കുന്നു. യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ട്രംപ് ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന സമാധാനവാദവുമായിട്ട് മുഖം മൂടി വെച്ച് രംഗത്തിറങ്ങിയത്. ഒമാനും ഇറാനും തമ്മിലുള്ള ഈ ഒരു ചരിത്രപരമായിട്ടുള്ള കരാറിന്റെ അന്തിമ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. IRGC സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഉപരോധം നീക്കിയ അമേരിക്കൻ നടപടി ഇറാന്റെ നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഭീഷണികൾ മുഴക്കുന്ന ട്രംപിന്റെ വാക്കുകളല്ല, മറിച്ച് അമേരിക്കയെ കൊണ്ട് ഉപരോധങ്ങൾ പിൻവലിപ്പിച്ച ഇറാന്റെ പ്രവൃത്തികളിലാണ് യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്.